നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രത്യേകമായ ഒരു അഭിവാദ്യം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ശേഷം ആദ്യമായാണ് മറുനാടൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. സ്റ്റുഡിയോയ്ക്ക് പുറത്തുനിന്ന് വീഡിയോ ചെയ്യേണ്ടി വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സൗണ്ട് ക്ലാരിറ്റിയുടെ പ്രശ്നം. 2, പിക്ചർ ക്വാളിറ്റിയുടെ പ്രശ്നം. കാരണം ഐപാഡിലെടുത്ത് അയച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയായി വരുന്നത്. മാത്രമല്ല, നമുക്കൊരു വാർത്തയിൽ വേണ്ടത്ര റിസർച്ച് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ടവരെ വിളിക്കാനോ ഒന്നും സാഹചര്യം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ദിനം ചെല്ലുന്തോറും അസ്വസ്ഥത വർദ്ധിച്ചു വരും. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിയപ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ദിവസം ഈ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ശനിയാഴ്ച ബ്രിട്ടനിലെ ഗ്രിംസ്ബിയിൽ വെച്ച് ബ്രിട്ടീഷ് മലയാളിയുടെ 12ാമത് അവാർഡ് നൈറ്റ് ആയിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം അങ്ങോട്ട് പോയതാണ്. ശനിയാഴ്ച പാതിരാത്രിയിലാണ് അത് കഴിയുന്നത്. ഞായറാഴ്ച തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. രാത്രിയിൽ വിമാനത്തിൽ കയറി. തിങ്കളാഴ്ച, അതായത് ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അതായത് ഈ 3 ദിവസവും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. വിമാനത്തിലിരുന്നുകൊണ്ടാണ് സ്പെയിൻ അർജന്റീനയെ തോൽപ്പിച്ചെന്ന് വാർത്ത അറിഞ്ഞത്. ഈ 3 ദിവസം എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ചെന്താമരയ്ക്ക് വധശിക്ഷ കിട്ടി. പാറ്റകൾ കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചു. സുപ്രീം കോടതി വരെ പോയി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച് തള്ളപ്പെട്ട ഡോക്ടർ റാം കയ്യും വീശി പോലീസ് സഹായത്താൽ പുറത്തിറങ്ങി. അജിത് കുമാറിന്റെ രക്ഷാപ്രവർത്തനം തുടർന്നു. അലോഷ്യസ് സേവ്യറിലൂടെ കോൺഗ്രസിൽ അടിമൂക്കുന്നു. കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോൾ അത് തന്നെക്കുറിച്ചാണ് എന്ന് പിണറായി വിജയന് തോന്നും എന്ന വെപ്രാളം സംഭവിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതികരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇതിൽ ഇന്നും പ്രസക്തമായി ചിലതൊക്കെ തെരഞ്ഞു പിടിച്ച് പ്രതികരിച്ചെന്ന് വരാം. പക്ഷേ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ആദ്യം പങ്കുവയ്ക്കുന്നത് എൻ്റെ ചില അനുഭവങ്ങളാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല, ഇതിൽ നിന്ന് ചിലതൊക്കെ ചിലർക്കൊക്കെ പഠിക്കാനുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ. ആദ്യമേ ഞാൻ പ്രവാസി സമൂഹത്തോട് പറയട്ടെ, നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പ്രവാസികൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ജൂലൈ പകുതിയോടെയാണ് പൂർണ്ണമായും അവധിയായത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് ഒടുവോടുകൂടി ഇവരെല്ലാം തിരിച്ച് അതാത് രാജ്യങ്ങളിലേക്ക് മടങ്ങും. ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു സംഗതിയുണ്ട്. ഓവർ ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഏർപ്പാട് എല്ലാ എയർലൈൻ കമ്പനികളും ചെയ്യുന്നുണ്ട്. അവർ അങ്ങ് എടുക്കുകയാണ്. പല ഏജൻസികളും അവർ നേരിട്ടുമൊക്കെ ബുക്ക് ചെയ്യുന്നു. പക്ഷേ എല്ലാവരെയും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ പല നമ്പറുകൾ ഇറക്കി നിങ്ങളുടെ യാത്ര മുടക്കും. നിങ്ങൾ വിമാന ടിക്കറ്റ് എടുത്തു എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ യാത്ര ഉറപ്പാകണമെന്നില്ല. ഇന്നലെ വെളുപ്പാങ്കാലത്ത് അഡ്വക്കേറ്റ് ജയശങ്കർ തിരിച്ചു വന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ലണ്ടനിൽ നിന്ന്. അദ്ദേഹത്തിന് വേണ്ടി പിന്നീട് 16,000 രൂപ കൂടി കൊടുത്ത് ടിക്കറ്റ് പുതുക്കേണ്ടി വന്നു. നേരത്തെ ടിക്കറ്റ് എടുത്തതാണ്. നിസ്സാര കാര്യങ്ങളുടെ പുറത്ത് യാത്ര മുടങ്ങുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ അവധിക്കാലത്ത് യാത്ര ചെയ്യുന്ന പ്രവാസികൾ 2 കാര്യങ്ങൾ അടിയന്തരമായി ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ ഓൺലൈൻ വഴി ചെക്ക് ഇൻ ചെയ്യുക, ആദ്യത്തേത്. രണ്ടാമത്തേത്, ഈ എയർലൈൻ അപ്ഡേറ്റ് പരിശോധിച്ചു കൊണ്ടിരിക്കുക. മൂന്നാമത്തേത്, എയർലൈൻ കമ്പനി പറയുന്ന സമയത്ത് തന്നെ എത്തുക. അന്താരാഷ്ട്ര യാത്രക്കാർ 3 മണിക്കൂർ മുമ്പും ഡൊമസ്റ്റിക് യാത്രക്കാർ 1 മണിക്കൂർ മുമ്പും എയർപോർട്ടിൽ എത്തണമെന്നാണ് നിയമം. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നില്ല. അന്താരാഷ്ട്ര യാത്രക്കാർ 1.5 മണിക്കൂർ മുമ്പ് ചെന്നാൽ പോലും പോവാറുണ്ട്. ഞാൻ 1.5 മണിക്കൂർ മുമ്പ് പോയി പലതവണ പോയിട്ടുണ്ട്. ഡൊമസ്റ്റിക് യാത്രക്കാരും 40 മിനിറ്റ് മുമ്പ് പോയാലും പോവാറുണ്ട്. എന്നാൽ അതൊക്കെ ഒരു കാരണമായി കരുതി നിങ്ങളുടെ യാത്ര മുടങ്ങിയെന്നിരിക്കും. എന്ന് മാത്രമല്ല, അവധിക്കാലമായതുകൊണ്ട് റോഡിലൊക്കെ ബ്ലോക്ക് ആവും. അന്താരാഷ്ട്ര യാത്രക്കാരായ പ്രവാസികളോട് പറയാനുള്ളത്, ഒരു 4 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ ചെല്ലുന്ന തരത്തിൽ പ്ലാൻ ചെയ്തിറങ്ങുക. കാരണം 1 മണിക്കൂർ ഒരുപക്ഷെ നേരത്തെ എത്തിയെന്ന് വരാം. ഇനി അഥവാ റോഡ് ബ്ലോക്ക് മൂലം വൈകിയാൽ 1 മണിക്കൂർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. നിരവധി പേരുടെ യാത്ര മുടങ്ങിയ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഒരു രാജ്യത്തിൻ്റെ അഭിമാനവും അന്തസ്സും ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ബ്രാൻഡ് ചെയ്യുന്നത്, ആ രാജ്യത്തിൻ്റെ പതാകവാഹകരായ വിമാന കമ്പനിയാണ്. അത് ഒരുപക്ഷെ പ്രൈവറ്റ് കമ്പനി ആവാം. ഉദാഹരണത്തിന് എമിറേറ്റ്സ്, അത് പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷേ എമിറേറ്റ്സ് എന്ന് പറയുന്ന വിമാന കമ്പനി UAE എന്ന രാജ്യത്തിനും ദുബായ് എന്ന നഗരത്തിനും നൽകുന്ന അന്തസ്സ്, ഒരു ബ്രാൻഡിങ് മറ്റൊരു സംവിധാനത്തിനും സാധ്യമല്ല. ദുബായിലെ രാജകുടുംബത്തിനോ UAE ഭരണകൂടത്തിനോ ഒന്നും ഈ എമിറേറ്റ്സ് നൽകുന്ന അത്രയും പ്രസിദ്ധി ആ രാജ്യത്തിന് കൊടുക്കാൻ സാധ്യമല്ല. UAE എന്ന രാജ്യത്തിന് 1 2 വലിയ ബ്രാൻഡുകളുണ്ടെന്ന് ഓർക്കണം. എമിറേറ്റ്സും ഉണ്ട്, ഒപ്പം തന്നെ എത്തിഹാദുമുണ്ട്. അതാണ് ഔദ്യോഗിക ബ്രാൻഡ്. ഈ 2 വിമാന ബ്രാൻഡുകൾ ആ രാജ്യത്തിന് കൊടുത്തിരിക്കുന്ന അന്തസ്സ് ആ രാജ്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു. അതുപോലെ തന്നെയാണ് ഖത്തർ എയർവേസ്, ഖത്തർ എന്ന ചെറു രാജ്യത്തിന് ലോകമെമ്പാടും കൊടുക്കുന്ന അന്തസ്സ്. ഈ ഒരു കാരണം കൊണ്ടാണ് ചുവപ്പ് നാടയിൽ കുടുങ്ങി നാണക്കേടിൻ്റെ പ്രതീകമായി മാറിയ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എയർലൈനായ എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തപ്പോൾ വലിയ സന്തോഷം തോന്നിയത്. എക്കാലത്തും നമ്മുടെ ഈ രാജ്യം അഭിമാനത്തോടും ആദരവോടെയും കാണേണ്ട ഒരു ഗ്രൂപ്പാണ് ടാറ്റ. വെറും മുതലാളിമാരായിരുന്നില്ല, കൃത്യമായ ബിസിനസ് എത്തിക്സ് പുലർത്തി ഈ രാജ്യത്തെ കൈപിടിച്ച് മുമ്പോട്ട് നയിച്ചവരിൽ പ്രമുഖരാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ, രാജ്യം കണ്ട മഹാന്മാരായ നേതാക്കളെ പോലെ തന്നെ
ടാറ്റ എന്ന് പറയുന്ന കമ്പനിക്ക് വലിയൊരു പങ്കുണ്ട്. ആ കമ്പനി എയർ ഇന്ത്യ ഏറ്റെടുക്കുമ്പോൾ ലാഭമുണ്ടാക്കുക എന്നതിനപ്പുറം അന്തസ്സുള്ളൊരു ബ്രാൻഡ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് അഭിമാനത്തോടെ കൈയടിച്ചത്. പക്ഷേ ഇത്ര കാലമായിട്ടും ടാറ്റയ്ക്ക് എയർ ഇന്ത്യയുടെ ബ്രാൻഡ് ശരിയാക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം നമുക്കറിയില്ല. ടാറ്റ മാറ്റം വരുത്തുന്നുണ്ടാവാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചില കാര്യങ്ങളിൽ മാറ്റം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ച് വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ എയർലൈൻ ക്രൂ ഉണ്ട്, എയർ ഹോസ്റ്റസ്മാരും മറ്റു ജീവനക്കാരും. അവരുടെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അഹങ്കാരമൊക്കെ മാറിയിട്ടുണ്ട്. വളരെ എളിമയോടെ നമ്മളോട് സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയേണ്ടതാണ്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ മേഖലയിലെ പാശ്ചാത്യ കമ്പനികൾ, ബ്രിട്ടീഷ് എയർവേസ് ആയിക്കോട്ടെ, അമേരിക്കൻ എയർലൈൻസ്, അവിടുത്തെയൊക്കെ ജീവനക്കാർ വളരെ റൂഡായി പെരുമാറുന്ന അനുഭവം എനിക്കുണ്ട്. നമ്മളോട് മാത്രമാണോ അവരോടാണെന്ന് അറിയില്ല. എമിറേറ്റ്സിലും എത്തിഹാദിലും ഖത്തറിലുമൊക്കെ ജീവനക്കാർ എക്കാലത്തും മാന്യമായി മാത്രമേ ഇടപെടാറുണ്ടായിരുന്നുള്ളൂ. ആ ഒരു മാറ്റം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അടിമുടി എയർ ഇന്ത്യ മാറിയില്ലെങ്കിൽ, കസ്റ്റമർ ഫ്രണ്ട്ലി ആയില്ലെങ്കിൽ എയർ ഇന്ത്യക്ക് മുമ്പോട്ട് പോകുക പ്രയാസമാവും. അതിന് എയർ ഇന്ത്യ മാനേജ്മെൻറ്റ് ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. അവർ എമിറേറ്റ്സിനെയോ ഖത്തർ എയർവേസിനെയോ ഒക്കെ കണ്ടുപിടിക്കുക. അടിമുടി കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്. ആ ഒരു മാറ്റം വരുത്തുക. ഞാൻ ₹1 കൊടുത്തൊരു ടിക്കറ്റ് എടുത്താൽ, ഞാൻ എക്കണോമിക് ക്ലാസ് ആയിക്കോട്ടെ, ബിസിനസ് ക്ലാസ് ആയിക്കോട്ടെ, ഏത് രൂപ കൊടുത്താലും ആ ഒരു ആദരവ് എനിക്ക് കിട്ടണം. ഞാൻ പണം മുടക്കി ടിക്കറ്റ് വാങ്ങുന്ന ആളാണ്. എന്നാൽ അത് എയർ ഇന്ത്യക്കാർക്കില്ല. എൻ്റെ അനുഭവം എക്കാലത്തും മോശമായിരുന്നു. സ്ഥിരമായി എയർ ഇന്ത്യ യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. സ്ഥിരമായി ഒരു ദിവസം പോലും സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ പറ്റാറില്ല. ആകപ്പാടെ വ്യത്യാസം, ജീവനക്കാർ വളരെ മാന്യമായി പെരുമാറുന്നു. വിമാനത്തിനകത്തെ ജീവനക്കാർ, വിമാനത്താവളത്തിലെ ജീവനക്കാരുടെ കാര്യം പറയണ്ട. കൊച്ചിയിൽ നിന്നും ഗാറ്റ്വിക്കിലേക്ക് ഒരു വിമാന സർവീസ് ഉണ്ടായിരുന്നു. വളരെ ഉപകാരപ്രദമായ സർവീസായിരുന്നു. ലണ്ടൻ ഗാറ്റ്വിക്കിൽ നിന്ന് വൈകുന്നേരം 8 മണിക്ക് പുറപ്പെട്ടാൽ 5.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും പിറ്റേ ദിവസം 11 മണിയാകുമ്പോൾ കൊച്ചിയിലെത്തുമായിരുന്നു. ഇപ്പോൾ അത് നിർത്തിക്കളഞ്ഞ്, എന്തുകൊണ്ടെന്ന് അറിയില്ല. വളരെ കുറച്ച് ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾ, എന്നിട്ടും അതിൽ യാത്രക്കാർ കുറവായിരുന്നു. അതുകൊണ്ടാണ് റദ്ദാക്കിയതെന്ന് പറയുന്നു. ഇങ്ങനെ വരുമ്പോൾ അവസാന നിമിഷം ഒരു ഓഫർ കൊടുക്കും. ആ ഓഫറിൽ ഞാൻ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്. 50,000 രൂപയൊക്കെ കൊടുത്താൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു ദിവസം ഓഫർ തപ്പി അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ മദാമയായ ഗാറ്റ്വിക് എയർപോർട്ടിൽ ജീവനക്കാരി എന്നോട് പറയുകയാണ്, പകുതിയിലധികം സീറ്റുകളും വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് സീറ്റില്ല എന്ന്. നോക്ക് എന്തൊരു നാണക്കേടാണെന്ന്. എന്തുകൊണ്ടാണ് ഒരു വിമാനത്തിലെ ബിസിനസ് ക്ലാസ് ടിക്കറ്റിലെ സീറ്റുകൾ നന്നാക്കാൻ പോലും എയർ ഇന്ത്യക്ക് കഴിയാത്തത് എന്ന് എനിക്ക് തോന്നി. മാത്രമല്ല, എയർപോർട്ടിലെ ജീവനക്കാർ അഹങ്കാരികളാണ്. എയർപോർട്ടിൽ കുറേ അധികാരങ്ങളുണ്ട്. നമ്മൾ ബഹളം വെച്ചാൽ അപ്പം തന്നെ CISFനെ കൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് അഹങ്കാരം കാണിക്കുക. അത് കൊച്ചിയിൽ നിന്ന് പോക്കേ നിർത്തിയത് ഒരു ജീവനക്കാരൻ്റെ അഹങ്കാരം കൊണ്ടാണ്. 2 കിലോ കൂടുതലുണ്ട് എന്നതിൻ്റെ പേരിൽ എന്തൊരു മര്യാദ കെട്ടാണെന്ന് അയാൾ പെരുമാറിയത്. അതുപോട്ടെ. എന്നാൽ ഇത്തവണത്തെ യാത്രയെക്കുറിച്ച് പറയാം. ഞാനിക്കുറി യാത്ര ചെയ്തത് തിരുവനന്തപുരത്തു നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ രാവിലെ 7:05 ഫ്ലൈറ്റിൽ ബാംഗ്ലൂർക്ക് പോവുക. അവിടെ നിന്ന് ഉച്ചയ്ക്ക് 1:45 ഫ്ലൈറ്റ്. ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് ഡൊമസ്റ്റിക്കിലാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഉള്ളത്. തിരിച്ചു വരുമ്പോഴും ബാംഗ്ലൂർ ഇറങ്ങി ഇമിഗ്രേഷൻ ക്ലിയറൻസും കസ്റ്റംസ് ക്ലിയറൻസും നടത്തി ലഗേജ് എടുത്തിട്ട് നമ്മൾ ലഗേജ് വീണ്ടും ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോഴത്തെ രീതി. അപ്പോൾ തിരുവനന്തപുരത്ത് 7:05 പോകേണ്ട ഫ്ലൈറ്റ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മളങ്ങ് ചെന്നാൽ മതി. അപ്പോൾ 1 മണിക്കൂർ മുമ്പ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ചെല്ലണം എന്നാണ് നിയമം. അന്താരാഷ്ട്ര ഫ്ലൈറ്റ് 3 മണിക്കൂർ മുമ്പ്. സാധാരണഗതിക്ക് 40 മിനിറ്റ് 3/4 മണിക്കൂർ മുമ്പ് ചെന്നാൽ അവർ കയറ്റിവിടും. അങ്ങനെ തടസ്സങ്ങളൊന്നുമില്ല. ഇക്കുറി ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ട്. ലഗേജ് സ്കാൻ ചെയ്യാൻ എയർ ഇന്ത്യയെ കൊണ്ട് സ്കാൻ ചെയ്യാൻ ഇട്ടു. അത് കഴിഞ്ഞായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വേറെ കൗണ്ടറാണെന്ന്. അങ്ങനെ ഒരു 3-4 മിനിറ്റ് പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ 3 മിനിറ്റ് വൈകി. 6:05 പകരം 6:08 3 മിനിറ്റ് വൈകി. എയർ ഇന്ത്യ കൗണ്ടറിലുള്ള ഉദ്യോഗസ്ഥ പറഞ്ഞു എടുക്കത്തില്ല, ക്ലോസ് ചെയ്തു. ഞാൻ ചോദിച്ചു, എനിക്ക് യാത്ര ചെയ്യണം. ഇല്ല, സാധ്യമല്ല. 1 മണിക്കൂർ മുമ്പാണ്, ഇപ്പോൾ 3 മിനിറ്റ് വൈകി, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ബിസിനസ് ക്ലാസ് ടിക്കറ്റാണ് ബാംഗ്ലൂരിൽ നിന്ന് എടുത്തിരിക്കുന്നത്, അതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, സാധ്യമല്ല. ആ ഒരു ചെറിയ ആലോചനയ്ക്ക് അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. നമ്മൾ മാനേജറെ വിളിക്കൂ. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു പുരുഷൻ പറഞ്ഞു, ഞാനാണ് മാനേജർ. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യും? യാത്ര പോയി. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ബിസിനസ്. ഇല്ല, സാധ്യമല്ല, നിങ്ങൾക്ക് യാത്രയില്ല. നോക്കൂ, ഒരു മനുഷ്യൻ രാവിലെ ഉണ്ടാകുന്ന അവസ്ഥ. പ്രത്യേകിച്ച് ഇത് വളരെ ഹോളിഡേ സീസണാണ്. വലിയ നിരക്കാണ്. എക്കണോമിക് ക്ലാസ് ടിക്കറ്റിന് 1.5 ലക്ഷം രൂപ കൊടുത്താണ് എക്കണോമിക് ക്ലാസ് ടിക്കറ്റ് എടുത്തത്. 1.5 ലക്ഷം രൂപ കൊടുത്ത്. അത്രയധികം വേറൊരു എയർലൈനിലേക്ക് പോക്ക് സാധ്യമല്ല. ഇതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. രാവിലെ 5 മണിക്ക് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് വിളിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയുന്നു, നിങ്ങളുടെ വിമാനം 9:30 മുംബൈയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ 9:30 മുംബൈ ചെന്നിട്ട് മുംബൈയിൽ നിന്നാണ് ലണ്ടനിലേക്ക് പോകുന്നത്. ഞാൻ ചോദിച്ചു, ഈ 9:30 വിമാനം മുംബൈയിൽ എപ്പോൾ ചെല്ലും? ഏതാണ് 12 മണിയോട് ചെല്ലും. എൻ്റെ വിമാനം അവിടെ നിന്ന് എപ്പോഴാണ്? ലണ്ടന് 1 മണി. മുംബൈ എയർപോർട്ടിൽ പോയി ടെർമിനൽ മാറി ഇമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തി ചെക്ക് ഇൻ നടത്തി ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് വിമാനം കിട്ടില്ല. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ പ്രായോഗികമാവും? കുറെ കഴിഞ്ഞ് തിരിച്ചു വിളിച്ചു, എന്നാൽ ശരി, എന്നാൽ പിന്നെ നിങ്ങളുടെ മാറ്റിയിട്ടില്ല. ഈ മാറ്റാൻ അവർ ആഗ്രഹിച്ചു. ഓവർ ബുക്കിംഗ് ആണ്. ആ ബോധപൂർവ്വം അവർ മാറ്റാൻ തീരുമാനിച്ചപ്പോഴാണ് 3 മിനിറ്റ് വൈകി എന്നതിൻ്റെ പേരിൽ നിഷേധിക്കുന്നത്. മഹാഭാഗ്യത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു. ഈ അദാനി എയർപോർട്ടിൻ്റെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ മാനേജർ, അതായത് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ മാനേജർ മഹേഷ് ഗുപ്തൻ, മനോരമയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹമായിട്ട് സൗഹൃദമുണ്ട്.
അദ്ദേഹത്തിന് വിളിക്കാമെന്ന്. ഭാഗ്യത്തിന് വെളുപ്പങ്കൽ അദ്ദേഹം ഫോൺ എടുത്തു. അദ്ദേഹം അവിടെ നിന്ന് ഇടപെട്ട് ടെർമിനൽ മാനേജറെ എത്തിച്ച് പരിഹാരമുണ്ടാക്കി കയറ്റിവിട്ടു. അരമണിക്കൂർ അപ്പോഴേക്കും നഷ്ടപ്പെട്ടു. നോക്കുക എന്തൊരവസ്ഥയാണെന്ന്. കസ്റ്റമറോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എത്ര മോശമാണെന്ന്. വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു. ലഗേജ് കയറ്റി കൊണ്ടുപോകാൻ സമയം പോകും, ശരി. അങ്ങനെയെങ്കിൽ ആ ലഗേജ് ഈ വിമാനത്തിന് അവിടെ കൊണ്ടു കൊടുത്ത് അവരെടുത്ത് വെച്ചോളും, അനുമതി നൽകി. അങ്ങനെയാണ് പരിഹരിച്ചത്. ആകപ്പാടെ പ്രശ്നം ഹാൻഡ് ലഗേജിന് കൂടി സ്കാൻ ചെയ്ത് പോകുമ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാർക്ക് ആശിക്കണം, അവരോട് പറഞ്ഞാൽ മതി എയർലൈൻകാരെ. ഇങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുത്ത പ്രശ്നം പരിഹരിക്കുകയാണ്. അടുത്തത് കേൾക്കുക. നേരത്തെ വിമാനം ചെന്നു, 8 മണിക്ക് മുമ്പ് വിമാനം അവിടെ ചെന്നു. ആകെ നമ്മൾ ടെർമിനൽ മാറി നമ്മൾ ഇൻ്റർനാഷണൽ ചെല്ലുമ്പോൾ 1:45 പോകേണ്ട വിമാനത്തിൻ്റെ ചെക്കിൻ ആരംഭിക്കുന്നത് 10 മണിക്കാണ്. ഓർക്കണം, ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് എടുത്ത ആളാണ്. 8 മണി മുതൽ 10 മണി വരെ ആ വഴി കുത്തിയിരിക്കേണ്ടി വന്നു. കാരണം കൗണ്ടർ തുടങ്ങിയിട്ടില്ല. 10 മണിക്ക് മുമ്പ് അവർ മീറ്റിംഗ് നടത്തുന്നു. അത് കഴിഞ്ഞ് പതിയെ വന്ന് ഓപ്പൺ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതേസമയം എമിറേറ്റ്സിൽ അങ്ങനല്ല. 24 മണിക്കൂർ നിങ്ങൾക്ക് ചെല്ലാം. നിങ്ങൾ അവിടെ ചെന്ന് എമിറേറ്റ്സിന് ജീവനക്കാരുണ്ടാവും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചെക്ക് ഇൻ ചെയ്ത് ലഗേജ്, ഈ ലഗേജ് ചുമന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കസ്റ്റമറോട് താല്പര്യമുണ്ടെങ്കിൽ മിനിമം അതെങ്കിലും ചെയ്യണം. അതൊന്നും ചെയ്യത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ തവണ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു സംഭവിച്ചത്. ഡൽഹിയിൽ നിന്നാണ് വരേണ്ടത്. ഡൽഹിയിൽ നിന്ന് വരേണ്ട വിമാനം വൈകിപ്പോയി. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് പോകുന്നു. കണക്ഷൻ ഫ്ലൈറ്റിൽ വൈകുന്നുള്ളൂ, പക്ഷെ പോയിട്ടില്ല. വേണമെങ്കിൽ ഓടിക്കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞ ലഗേജ് പിന്നെ വിട്ടാൽ മതി, എന്നെ ഇവിടെ പറ്റത്തില്ല. വരത്തില്ല എന്ന് മാത്രമല്ല, ലഗേജിന്റെ കാര്യത്തിൽ പോലും തീരുമാനമില്ല. മണിക്കൂറുകൾ ഇരിക്കേണ്ടി വരുന്നു. നിരന്തരം ഇതാണ് എയർ ഇന്ത്യ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണ യാത്ര ചെയ്യുമ്പോൾ പ്രയാസവും. ഇങ്ങോട്ട് വന്നപ്പോഴോ, ഞാൻ ഈ ബാംഗ്ലൂർ വഴി എയർ ഇന്ത്യ ടിക്കറ്റ് എടുക്കാൻ കാരണം 1:15 എയർ ഇന്ത്യ ബാംഗ്ലൂരിൽ വന്ന് ലാൻഡ് ചെയ്താൽ 3 മണിക്ക് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വിമാനം ഉണ്ട് എന്നതുകൊണ്ട് ആ ടിക്കറ്റാണ് ഞാൻ എടുത്തത്. പക്ഷേ ടിക്കറ്റ് എടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എയർ ഇന്ത്യ എന്ന അറിയിപ്പ് വന്നു, ആ 3 മണിയുടെ ഫ്ലൈറ്റ് റദ്ദായിരിക്കും, നിങ്ങൾക്ക് 7:55 നിങ്ങളുടെ ഫ്ലൈറ്റ് എന്ന്. നോക്കുക, നമ്മൾ ടിക്കറ്റ് എടുത്തു പോയി. അപ്പോൾ അവർ അറിയിച്ചിരിക്കുകയാണ്, നിങ്ങൾ 1:15 ബാംഗ്ലൂരെത്തും, പിന്നെ നിങ്ങൾക്കുള്ളത് വൈകുന്നേരം 8 മണിക്കാണ്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഇന്നലെ ഞാൻ 1:15 ബാംഗ്ലൂർ എത്തുന്നു. ബാംഗ്ലൂർ വരുന്ന 8 മണി വരെ ഉണ്ടല്ലോ. എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി, ഹരീഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ട്, അവൻ എന്നെ വന്ന് പിക്ക് ചെയ്ത് അവൻ്റെ വീട്ടിൽ പോയി. 8 മണിയുടെ ഫ്ലൈറ്റാണ് പോരേണ്ടത്. ഒരു 5:30 ഇറങ്ങിയേക്കാം. 1 മണിക്കൂർ എടുക്കും എത്താൻ വേണ്ടിയിട്ട്. അരമണിക്കൂർ വഴി മുടങ്ങിയാലോ എന്ന് ഓർത്ത് അരമണിക്കൂർ നേരത്തെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് അടുത്ത അപ്ഡേഷൻ, വിമാനം 10 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അടുത്ത അപ്ഡേഷനാണ് 10 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഞാൻ 7:30 ഇറങ്ങാൻ തീരുമാനിച്ചു. 7:30 ഇറങ്ങാൻ നോക്കുമ്പോൾ വിമാനം 9:30 മാറ്റിയിരിക്കുന്നു. ആകെ പ്രശ്നത്തിലായി. 7:30 പോയാൽ 8:30 എത്താം. പക്ഷെ അഥവാ റോഡ് ട്രാഫിക് ആണെങ്കിൽ എന്ത് ചെയ്യും? എന്നിട്ട് ഒരു വിധത്തിൽ ഞങ്ങൾ ചീറിപ്പാഞ്ഞ് 8:30 മുമ്പ് എത്തിക്കഴിയുമ്പം 10:30 മാറ്റിയിരിക്കുന്നു. ആലോചിച്ച് നോക്കി. എയർ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:15 ബാംഗ്ലൂരിലെത്തി എനിക്ക് 10:30 മണിയുടെ ഫ്ലൈറ്റിനാണ് പോരാൻ പറ്റിയത്. എന്തൊരു കസ്റ്റമർ ഫ്രണ്ട്ലി അല്ലാത്ത രീതിയാണ്. എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സിനോട് കുറച്ചുകൂടി മര്യാദ അവർ കാണിക്കാൻ കഴിയാത്തത്? ഇങ്ങനൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എയർ ഇന്ത്യയുടെ കാര്യം കട്ടപ്പോകയാണ്. എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. കസ്റ്റമർ ഫ്രണ്ട്ലി ആവണം. കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയണം. അതിന് പരിഹാരം ഉണ്ടാക്കണം.